നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മണ്ണിന്റെ അടിയിലേക്ക് അങ്ങ് കേന്ദ്രം വരെ എന്തൊക്കെയായിരിക്കും ഉള്ളതെന്ന് എപ്പോഴെങ്കിലും ഓർത്തു നോക്കിയിട്ടുണ്ടോ? ശരി, ഇന്ന് നമുക്കൊരുമിച്ച് ഭൂമിയുടെ ഉള്ളറകളിലേക്കൊരു യാത്ര പോകാം. അതിലെ ഓരോ പാളികളെക്കുറിച്ചും വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ തുടങ്ങിയാലോ? നമ്മുടെ ഭൂമിയെ നമുക്കൊരു വലിയ ഉള്ളി പോലെ സങ്കൽപ്പിക്കാം, അല്ലേ? അതിന് പ്രധാനമായും 3 പാളികളാണുള്ളത്. ഏറ്റവും പുറമേ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഭാഗത്തെ ഭൂവൽക്കമെന്നും അതിന് താഴെയുള്ള ഭാഗത്തെ മാൻഡിലെന്നും പിന്നെ ഏറ്റവും ഉള്ളിലായി കേന്ദ്രഭാഗത്തെ കാമ്പെന്നും പറയുന്നു. നമ്മുടെ ഈ യാത്ര ഈ 3 പ്രധാന പാളികളിലൂടെയുമാണ് കടന്നുപോകാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ റൂട്ട് മാപ്പ്. നമ്മൾ ആദ്യം ഭൂവൽക്കത്തിൽ നിന്ന് തുടങ്ങും, പിന്നെ മാൻഡിലൂടെ കടന്ന് കാമ്പ് വരെ എത്തും. ഓരോ പാളിയും അവയെ വേർതിരിക്കുന്ന അതിരുകളും നമ്മൾക്ക് പരിചയപ്പെടാം. അവസാനം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് നമ്മളെല്ലാം നിൽക്കുന്ന ഈ മണ്ണിൽ നിന്നാണ്, ഭൂവൽക്കത്തിൽ നിന്ന്. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ളതും എന്നാൽ ഏറ്റവും കനം കുറഞ്ഞതുമായ ഒരു പാളിയാണിത്. ഇപ്പോൾ ഭൂമിയെ ഒരു ആപ്പിളായിട്ട് സങ്കൽപ്പിച്ചാലോ? ആ ആപ്പിളിന്റെ തൊലിക്ക് എന്ത് കനമുണ്ടോ ഏകദേശം അത്രയേ ഉള്ളൂ ഭൂമിയുടെ ഈ പുറന്തോടിന്. അത്രയ്ക്ക് നേരത്തെ ഒരു പാളിയാണിത്. ശരാശരി ഒരു 40 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂവൽക്കത്തിന്റെ കനം. ഈ ഭൂവൽക്കത്തിന് 2 വ്യത്യസ്ത മുഖങ്ങളുണ്ട്. ഒന്ന് കരഭാഗം, അതായത് വൻകര ഭൂവൽക്കം. രണ്ടാമത്തത് കടലിനടിയിലുള്ള സമുദ്രഭൂവൽക്കം. ഇവ തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. നോക്കൂ, വൻകരകൾക്ക് കനം കൂടുതലാണ്, പക്ഷേ സാന്ദ്രത കുറവാണ്. നേരെമറിച്ച് കടലിനടിയിലുള്ള ഭാഗത്തിന് കനം വളരെ കുറവാണെങ്കിലും സാന്ദ്രത കൂടുതലാണ്. ഈ വ്യത്യാസം പരീക്ഷകൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായി ഓർത്തുവെക്കണേ. ഇവ നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളിലും ഈ വ്യത്യാസം കാണാം. വൻകര ഭാഗങ്ങളിൽ സിലിക്കയും അലുമിനിയവും ചേർന്ന സിയാൽ ആണ് കൂടുതൽ കാണുന്നത്. താരതമ്യേന ഭാരം കുറഞ്ഞ ധാതുക്കളാണിത്. എന്നാൽ കടലിനടിയിലുള്ള ഭാഗത്ത് സിലിക്കയും മഗ്നീഷ്യവും ചേർന്ന സിമ ആണ് കാണുന്നത്. ഇത് സിയാലിനേക്കാൾ കുറച്ചുകൂടി ഭാരമേറിയതാണ്. ഈ പേരുകൾ ഓർത്തുവെക്കാൻ എളുപ്പമല്ലേ? സിയാൽ, സിമ. ശരി, അപ്പോൾ നമ്മൾ ഭൂവൽക്കം തുരന്ന് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോവാണ്. അടുത്തതായി നമ്മളെത്തുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ പാളിയായ മാൻറ്റിലിലേക്കാണ്. മാൻറ്റിലിന്റെ മുകൾ ഭാഗവും നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂവൽക്കവും ചേർന്ന ആ ഉറപ്പുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ഉറപ്പുള്ള ശിലാമണ്ഡലമാണ് നമ്മൾ കേട്ടിട്ടുള്ള ടെക്ടോണിക് ഫലകങ്ങൾ. ഈ ഫലകങ്ങൾ വെറുതെ നിൽക്കുകയല്ല. അതിനു താഴെ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിലുള്ള അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഈ ഫലകങ്ങളുടെ ചലനമാണ് ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വതങ്ങൾക്കുമൊക്കെ കാരണമാകുന്നത്. മാൻഡിലിനെ നമുക്ക് വീണ്ടും രണ്ടായി തിരിക്കാം: ഉപരിമാൻഡിൽ, അധോമാൻഡിൽ എന്നിങ്ങനെ. ഏകദേശം 2900 കിലോമീറ്റർ ആഴം വരെ ഈ വലിയ പാളി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. മുകൾ ഭാഗം നല്ല ഉറപ്പുള്ളതാണെങ്കിലും താഴേക്ക് പോകുന്തോറും കനത്ത ചൂടും മർദ്ദവും കാരണം ഇത് ഉരുകി ഒരു കുഴമ്പ് രൂപത്തിലാണ്, അതായത് അർദ്ധദ്രാവകാവസ്ഥയിലാണ്. നമ്മുടെ യാത്ര അതിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഭൂമിയുടെ ഹൃദയഭാഗത്തേക്ക്, അതിന്റെ കേന്ദ്രമായ കാമ്പിലേക്ക്. ക്യാമ്പിന് ബാരിസ്ഫിയർ എന്നൊരു പേരുകൂടിയുണ്ട്. ഇത് 2900 കിലോമീറ്റർ മുതൽ ഭൂമിയുടെ കേന്ദ്രമായ 6371 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുകയാണ്. ഇവിടുത്തെ സാന്ദ്രതയോ അവിശ്വസനീയമാം വിധം കൂടുതലാണ്. 5 മുതൽ 13 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് വരെ. അതായത് നമ്മൾ പുറത്തു കാണുന്ന പാറകളെക്കാളുമൊക്കെ എത്രയോ മടങ്ങ് ഭാരമുള്ള വസ്തുക്കളാണ് ഇവിടെയുള്ളത്. എന്നാൽ കാമ്പിന്റെ ഏറ്റവും വലിയ അത്ഭുതം ഇതല്ല. അതിന് 2 ഭാഗങ്ങളുണ്ട്. ദ്രാവകാവസ്ഥയിലുള്ള ഒരു പുറംകാമ്പും പിന്നെ ഖരാവസ്ഥയുള്ള ഒരു അകക്കാമ്പും. ഒരു സംശയം തോന്നുന്നുണ്ടല്ലേ? പുറംകാമ്പിനേക്കാൾ ചൂട് കൂടുതലാണ് അകക്കാമ്പിന്. എന്നിട്ടും അത് ഉരുകിപ്പോകാതെ ഖരാവസ്ഥയിൽ നിൽക്കുന്നു. അതിനൊരു കാരണമുണ്ട്. മുകളിലുള്ള പാളികളുടെ എല്ലാം ഭാരം കാരണം അവിടെയുള്ള മർദ്ദം അതിഭീമമാണ്. ഈ കനത്ത മർദ്ദം അതിനെ ഉരുകാൻ സമ്മതിക്കുന്നില്ല. ക്യാമ്പ് പ്രധാനമായി ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര ഭാരമുള്ള ലോഹങ്ങൾ കൊണ്ടാണ്. നിക്കലും പിന്നെ ഫെറം, അതായത് ഇരുമ്പും. ഇതിനെ ചുരുക്കിയാണ് നമ്മൾ നിഫെ എന്ന് പറയുന്നത്. ഈ ഘനലോഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് ക്യാമ്പിന് ഇത്രയധികം ഭാരവും സാന്ദ്രതയും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പാളികളെക്കുറിച്ചും പഠിച്ചല്ലോ. എന്നാൽ ഒരു പാളിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ അവിടുത്തെ വസ്തുക്കളുടെ സ്വഭാവത്തിൽ പെട്ടെന്നൊരു മാറ്റം വരും. ഈ അതിർത്തികളെയാണ് നമ്മൾ വിച്ഛിന്നതകൾ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂയിറ്റികൾ എന്ന് വിളിക്കുന്നത്. ഭൂമിയിൽ പ്രധാനമായിട്ടും 5 വിച്ഛിന്നതകളാണ് ഉള്ളത്: കോൺറാഡ്, മൊഹോറോവിസിച്ച്, റെപ്പറ്റി, ഗുട്ടൻബർഗ്, പിന്നെ ലേമാൻ. ഈ പേരുകളൊന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഇനി ഇവ ഓരോന്നും എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് വ്യക്തമായി നോക്കാം. നമുക്ക് ഈ ചിത്രത്തിലൂടെ ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും മുകളിൽ
ഭൂവൽക്കത്തിനുള്ളിൽ സിയാലിനെയും സിമയെയും വേർതിരിക്കുന്നതാണ് കോൺറാഡ് വിച്ഛിന്നത. അതിനു താഴെ ഭൂവൽക്കത്തെയും മാന്റിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ് മോഹോ. ഇനി മാന്റിലിനുള്ളിലേക്ക് വന്നാലോ? ഉപരിമാന്റിലിനെയും അധോമാന്റിലിനെയും റെപ്പറ്റീവ് വിച്ഛിന്നത വേർതിരിക്കുന്നു. വീണ്ടും താഴേക്ക് പോകുമ്പോൾ മാന്റിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്ന അതിർത്തിയാണ് ഗുട്ടൻബർഗ്. ഏറ്റവും ഉള്ളിൽ ദ്രാവകാവസ്ഥയിലുള്ള പുറംകാമ്പിനെയും ഖരാവസ്ഥയിലുള്ള അകക്കാമ്പിനെയും ലെമാൻ വിച്ഛിന്നത വേർതിരിക്കുന്നു. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളെല്ലാം കൂടി നമുക്കൊന്ന് പെട്ടെന്ന് ഓർത്തു നോക്കിയാലോ? നോക്കൂ, നമ്മുടെ യാത്രയുടെ ഒരു പൂർണ്ണരൂപം ഈ ഒരൊറ്റ ചിത്രത്തിലുണ്ട്. ഏറ്റവും മുകളിൽ ഖരാവസ്ഥയിലുള്ള ഭൂവൽക്കം, അതായത് സിയാലും സിമയും. അതിനു താഴെ 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഉരുകിയ രൂപത്തിലുള്ള മാന്റിൽ. ഏറ്റവും ഉള്ളിൽ നിഫെ കൊണ്ട് നിർമ്മിച്ച കാമ്പ്. അതിന് പുറംഭാഗം ദ്രാവകാവസ്ഥയിലും അതിഭീമമായ മർദ്ദം കാരണം ഉൾഭാഗം ഖരാവസ്ഥയിലുമാണ്. ഭൂമിയുടെ ഉള്ളറകളിലേക്കുള്ള ഈ യാത്ര നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്നും ഇത് പ്രയോജനപ്പെട്ടുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ ക്ലാസുകൾക്കായി PSC ക്ലാസ് റൂം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.